ഫോണില്ലാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. ഫോൺ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞു. എന്നാൽ നമ്മളിൽ പലർക്കും ഈ കാര്യം അംഗീകരിക്കാൻ മടിയുണ്ട്. ചോറ് കഴിക്കുമ്പോൾ മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റാറില്ല. മൊബൈൽ ഫോൺ അല്പനേരത്തേക്ക് കയ്യിലില്ലാതെ ഇരിക്കുമ്പോഴോ, ചാർജ് തീരുമ്പോഴോ, ബാലൻസ് തീരുമ്പോഴോ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകാറുണ്ടോ? ഇങ്ങനെ മൊബൈൽ ഫോണിനെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത ആകുലതയാണ് നോമോഫോബിയ അല്ലെങ്കിൽ നോ മൊബൈൽ ഫോൺ ഫോബിയ. മൊബൈൽ ഫോൺ ഓഫാകുമ്പോഴേക്ക് അകാരണമായ ടെൻഷൻ തോന്നുന്നത് നോമോഫോബിയ കാരണമാണ്. പഠനങ്ങൾ പറയുന്നത് പകുതിയിലധികം നോമോഫോബിയ ബാധിതരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ല എന്നാണ്. മൊബൈൽ കുറച്ചു നേരത്തേക്ക് കിട്ടാതിരിക്കുമ്പോൾ ഉത്കണ്ഠ, ശ്വാസം മുട്ടൽ, വിറയൽ, സ്ഥലകാലബോധമില്ലായ്മ, ഹൃദയമിടിപ്പ് കൂടുക തുടങ്ങിയവയാണ് നോമോഫോബിയയുടെ ലക്ഷണങ്ങൾ. ചെറുപ്പക്കാരിലാണ് ഈ ലക്ഷണങ്ങൾ പ്രധാനമായും കണ്ടുവരുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. എന്ത് കാര്യത്തിലും നമ്മൾ കൂടുതൽ സമയവും ശ്രദ്ധയും കൊടുക്കുന്നുവോ അതിനോട് നമുക്കൊരു പ്രത്യേക അടുപ്പമുണ്ടാകും. അതുപോലെയാണ് ഫോണിനോടും. അതിലെന്താ കുഴപ്പമെന്നാണോ ഇപ്പോൾ ചിന്തിക്കുന്നതെന്നാൽ അതിൽ ധാരാളം കുഴപ്പങ്ങളുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ആത്മാഭിമാനക്കുറവ്, അന്തർമുഖത, അരക്ഷിതാവസ്ഥ, മൂഡ് സ്വിങ്സ് തുടങ്ങിയവ അതിൽ ഏറ്റവും മുന്നിൽ വരുന്ന ചിലത് മാത്രമാണ്. മൊബൈൽ ഫോൺ അഡിക്ഷനുള്ള ആളുകൾക്ക് സമൂഹത്തോട് അകൽച്ച തോന്നും. സമൂഹ മാധ്യമങ്ങളിലെ ലോകവും യഥാർത്ഥ ലോകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോഷ്യൽ ഫോബിയ, സാമൂഹിക ഉത്കണ്ഠ, പരിഭ്രാന്തി പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും ഫോൺ അഡിക്ഷൻ കാരണമാകും. മൊബൈൽ ഫോണിനോടുള്ള ആസക്തി മൂലം ഒരാൾ നോമോഫോബിക് ആയതാണോ, അതോ നിലവിലെ ഉത്കണ്ഠ വൈകല്യങ്ങൾ നോമോഫോബിക് ലക്ഷണങ്ങളായി പ്രകടമാവുകയാണോ എന്നൊക്കെ തിരിച്ചറിയുന്നത് പ്രയാസമാണ്. നോമോഫോബിയ മറ്റേതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാകാമെന്ന സാധ്യതയും പഠനങ്ങൾ തള്ളിക്കളയുന്നില്ല. നോമോഫോബിയ കാരണം ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലാതെ തിരിച്ചും സംഭവിക്കാം. രോഗനിർണയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലെ കൺസൾട്ട് ചെയ്യാം. പലതരം ഫോബിയകൾ അനുഭവിക്കുന്ന ആളുകൾ ചേർന്നതാണ് നമ്മുടെ ലോകം. എന്നാൽ ലോകം നേരിടുന്ന ഏറ്റവും പുതിയ ഫോബിയയാണ് നോമോഫോബിയ. വിർച്വൽ ലോകത്തേക്കാൾ സാധാരണ ലോകത്ത് സമയം ചെലവഴിക്കാനും ആളുകളോട് സംസാരിക്കാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.